അമിത്ഷായുടെയും മണ്ണായ ഗുജറാത്ത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലെങ്കിലും രാജ്യത്തെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. പക്ഷേ മുന്നിലെത്തിക്കാൻ തത്രപ്പാട് വിടുകയാണ് ഈ നേതാക്കന്മാർ. പക്ഷേ മോദിയുടെ ദേശം എന്നൊരൊറ്റ കാരണം കൊണ്ട് എല്ലാത്തിലും അമിത പ്രാധാന്യം നേടി നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. വേണ്ടി വന്നാൽ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി എന്ന് മാറ്റി ഗുജറാത്ത് ആക്കാൻ വരെ ശ്രമിച്ചാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്നാൽ എന്തിനും ഏതിനുമുള്ള ഗുജറാത്തിന്റെ മേൽക്കോയ്മ വെച്ച് പൊറപ്പിക്കാൻ ഒരുക്കമല്ല സുപ്രീം കോടതി. അടിച്ചൊതുക്കി മൂലക്കിട്ടു എന്ന് തന്നെ പറയണം. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിപുൽ പഞ്ചോളിയെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കുന്നതിൽ വിവാദമുണ്ടാകാനുള്ള പ്രധാന കാരണവും ഗുജറാത്തിന്റെ ഈ അമിത പ്രാധാന്യമാണ്. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളിയെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിച്ചുകൊണ്ടുള്ള ശുപാർശയെ എതിർക്കാനുള്ള പ്രധാന കാരണമായിട്ട് സുപ്രീം കോടതിയിലെ ഏക വനിതാ ജസ്റ്റിസായ BV നാഗരത്ന ചൂണ്ടിക്കാണിച്ചത് ഗുജറാത്ത് ഹൈക്കോടതിക്ക് സുപ്രീം കോടതിയിൽ അമിത പ്രാധാന്യം കൈവരും എന്നതാണ്. 2028-2030 ഇടയിൽ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്താൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പഞ്ചോളിയുടെ നിയമനം ജുഡീഷ്യറിയുടെ താൽപര്യം ഹനിക്കുമെന്നാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. കൂടാതെ 2023 ഗുജറാത്തിൽ നിന്നുമുള്ള പട്നയിലേക്കുള്ള പഞ്ചോളിയുടെ സ്ഥലമാറ്റത്തെക്കുറിച്ചും പരിശോധിക്കണമെന്നും ജസ്റ്റിസ് നാഗരത്ന ആവശ്യപ്പെട്ടതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ശുപാർശയെ എതിർത്തുകൊണ്ടുള്ള വിയോജനക്കുറിപ്പിൽ ജസ്റ്റിസ് BV നാഗരത്ന ഉയർത്തിയത് രൂക്ഷ വിമർശനങ്ങളാണ്. സീനിയോറിറ്റിയെ മറികടന്നുള്ള ജസ്റ്റിസ് വിപുൽ പഞ്ചോളിയുടെ നിയമനം കൊളീജിയത്തിന്റെ ശേഷിക്കുന്ന വിശ്വാസ്യതയെ കൂടി നഷ്ടപ്പെടുത്തുമെന്നാണ് വിയോജനക്കുറിപ്പിൽ നാഗരത്ന ചൂണ്ടിക്കാണിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ സംബന്ധിച്ച പ്രമേയത്തിനൊപ്പം വിയോജനക്കുറിപ്പ് കൂടി പുറത്തുവിടുമെന്ന് നാഗരത്ന ആവശ്യപ്പെട്ടിരുന്നു. നാഗരത്നയുടെ വിയോജനക്കുറിപ്പ് പുറത്തുവിടുമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് അഭയ് S ഓഖയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇത് പുറത്തുവിടാൻ സുപ്രീം കോടതി തയ്യാറായില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ജസ്റ്റിസ് പഞ്ചോളിയുടെ നിയമനത്തിനെതിരെ നാഗരത്ന രംഗത്തെത്തിയത്. സീനിയോറിറ്റി മറികടന്നാണ് നിയമനമെന്ന് നാഗരത്ന ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഇതിന് പിന്നാലെയാണ് പഞ്ചോളിയെ ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നും പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചതിന് പിന്നിൽ സുപ്രീം കോടതിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ആസൂത്രിത നീക്കമെന്നായിരുന്നു ഉയർന്ന പ്രധാന ആരോപണം. പഞ്ചോളിയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊളീജിയം യോഗത്തിനിടെ ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചതായിട്ടാണ് വിവരം. ജസ്റ്റിസ് പഞ്ചോളിക്ക് പുറമെ ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സായ അലോക് ആരാധ്യയാണ് സുപ്രീം കോടതിയിലെത്തുന്നത്. ഇരുവരും തമ്മിൽ സീനിയോറിറ്റിയിലുള്ള വ്യത്യാസവും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ജസ്റ്റിസ് അലോക് ആരാധ്യ 5ാം സ്ഥാനത്താണെങ്കിൽ പഞ്ചോളിയുടെ സ്ഥാനം 57ാം സ്ഥാനത്താണ്. തഴയപ്പെട്ട 3 വനിതാ ജഡ്ജിമാർക്കും പഞ്ചോളിയേക്കാൾ സീനിയോറിറ്റി ഉണ്ട് താനും. അതേസമയം സുപ്രീം കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് വിപുൽ പഞ്ചോളിയും സായ അലോക് ആരാധ്യയും ഇന്ന് ചുമതലയേൽക്കും എന്നും പറയുന്നുണ്ട്. സുപ്രീം കോടതി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് BR ഗവായ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രാവിലെ 10:30 ചടങ്ങുകൾ നടക്കുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ കൊളീജിയം യോഗത്തിലായിരുന്നു ജസ്റ്റിസ് BV നാഗരത്ന നിയമനത്തെ എതിർത്തത്. ജസ്റ്റിസ് നാഗരത്നയുടെ വിയോജിപ്പോടെയാണ് ശുപാർശ കേന്ദ്ര സർക്കാരിന് അയച്ചത്. ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരെ സൂര്യകാന്ത്, വിക്രംനാഥ്, JK മഹേശ്വരി എന്നിവരും പഞ്ചോളിയെ അനുകൂലിച്ചു. അതേസമയം നാഗരത്നയുടെ വിയോജനക്കുറിപ്പ് കൊളീജിയം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാത്തത് വിവാദമായി മാറിയിട്ടുണ്ട്.